ഓക്കെ. സോ എൻ്റെ അച്ഛൻ ഈസ് അപ്രോച്ചിങ് 60. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായൊരു കാര്യമാണ്. എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ചേച്ചിക്കായാലും. എനിക്കിങ്ങനെ ഓക്കെ അച്ഛൻ 60 വയസ്സാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ 60 വയസ്സായി എന്നൊരു സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരുമ്പം ഓക്കെ എന്നുള്ളൊരു സാധനമാണ് വരുന്നത്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് യു ഹാവ് ബീൻ ട്രാവലിംഗ് എ ലോട്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ട് ഫുള്ള് ട്രാവലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എന്നേലും ഇപ്പം എങ്ങോട്ടെങ്കിലൊക്കെ പോയാൽ ദുബായിൽ അല്ലെങ്കിൽ ഡൽഹി അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ 1 month 2 months കുറേ സമയങ്ങളിൽ 3 മാസമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളത്. എൻ്റെ ചെറുപ്പങ്ങളിൽ ഫുൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഫാമിലി സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയുള്ള ഓട്ടം, അങ്ങനെ തന്നെ പറയാം. വർക്കിന് വേണ്ടിയാണെങ്കിലും ഞങ്ങളെയും കൂടി നോക്കണം എന്നുള്ളൊരിതിലാണല്ലോ. അങ്ങനെ പക്ഷെ എവിടേക്ക് ട്രാവൽ ചെയ്താലും എത്ര ദൂരെ അല്ലെങ്കിൽ എത്ര കിലോമീറ്റേഴ്സ് അപ്പുറത്താണെങ്കിലും വേറൊരു കൺട്രിയിലാണെങ്കിൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡേ ഒരു 4 പ്രാവശ്യം മിനിമം അച്ഛൻ ഞങ്ങൾ വിളിക്കും. അല്ലെങ്കിൽ ആസ്കസ് ഓക്കെ ആണോ, ഭക്ഷണം കഴിച്ചോ, ഓരോ ചെറിയ കാര്യം പോലും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. അപ്പം പൊതുവേ ഇപ്പം ഞാൻ പറയട്ടെ, ഇത്രയും ബിസിയാണ്, എനിക്കറിയാം അത്ര ബിസിയാണ്. എത്രയൊക്കെ തിരക്കിലൊരാളാണെങ്കിൽ ആ തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെ സമയം കണ്ടെത്തുള്ളൂ. പക്ഷേ എന്ത് തിരക്കുണ്ടെങ്കിലും യു ഓൾവേസ് ട്രൈ ടു കോളേജ്, എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ട് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. പണ്ടൊക്കെ എനിക്കിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഫാദേഴ്സ് ഡേക്ക് സെലിബ്രേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും മീറ്റിംഗ്. അപ്പം ഞങ്ങളെ ഒറ്റയ്ക്കാണ് വളർത്തിയത്. ഇപ്പം ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഒന്നും നമ്മുടെ കൂടെ നമ്മളെ നോക്കാണ്ടല്ലാതും 2 പീക്കിരി പിള്ളേർ ഞാൻ തന്നെ പറയാം. ഞാനും ചേച്ചി അടി കൂടാന്നൊക്കെ പറഞ്ഞാൽ ഭൂലോ അടിയാണ്. ഇവൻ അപ്പുറത്തുള്ളവരൊക്കെ പറയുമ്പോൾ അമ്മ ഒന്നും ഇങ്ങനെ കൊല്ലും തോന്നുന്നു, അങ്ങനെ അടിയായിരുന്നു. പക്ഷേ ഈ ഒരു ഒറ്റയ്ക്ക് അമ്മ നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് ഞങ്ങളെ അടിപൊളിയായിട്ട് അമ്മ നോക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2015 ആയപ്പം ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അമ്മ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളും എല്ലാം അമ്മ ഒറ്റയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്ത് പ്രോഗ്രാംസ് വന്നാലും അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മൈൻഡിൽ ബാക്കി എല്ലാവരുടെയും പാരൻസൊക്കെ വരുമ്പോൾ 2 പേരും കൂടെ വരുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അച്ഛന് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പം അതുപോലെ ഞങ്ങളുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേക്ക് ഇവിടെ അച്ഛനുണ്ടാകാൻ പറ്റാറില്ല. പക്ഷേ എന്തിവിടെ ഉണ്ടാകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ആ സ്പെഷ്യൽ ഡേ ആയിട്ടിരിക്കണം, അത് സ്പോയിലാവരുത് എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് അച്ഛൻ മാക്സിമം ഹി ട്രൈഡ് നോട്ട് ടു സ്പോയിൽ അവർ സ്പെഷ്യൽ ഡേ എനിവേ. അതുപോലെ എൻ്റെ അച്ഛൻ്റെ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഇതുപോലെ ആൾക്കാരെ സഹായിക്കാൻ മൈൻഡ് ഉണ്ടാവുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാൻ ഓരോരുത്തർ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഭയങ്കര മോശമായി പെരുമാറിയ ആൾക്കാരാവാം. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്തൊരു അച്ഛൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്തില്ലേ, ഞാനും തന്നെ അച്ഛനും മെയിനായിട്ട് അടി കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവർ നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്തിനാണ് അവർക്ക് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പം ദർ ഇസ് സംതിങ് ഹി ടെൽസ് അസ്. അതിലൊന്നും കാര്യമില്ല, നമ്മൾ ആരടുത്തൊന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചാൽ വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ വേറൊരാളുണ്ടാവും സഹായിക്കാൻ. അത്രയും ആലോചിച്ചാൽ മതി. നമ്മൾ ആരടുത്തൊന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതുപോലെ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് ചെറുതെന്ന് വേണം വളരാനെന്ന്. ആദ്യം തന്നെ ഇപ്പം ഞാൻ പഠിച്ച ഫീൽഡല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പഠിച്ച ഫീൽഡ് കിട്ടിയിട്ടില്ല, വേറൊരു സാധനം കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പം അച്ഛൻ അങ്ങനെ ആവരുത്, നിനക്ക് ഇത്ര ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ നീ MBA കഴിഞ്ഞതാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊരു മൈൻഡ് നിനക്ക് പാടില്ല. ചെറുതെന്ന് വളരാൻ പഠിക്കണം, അല്ലാണ്ട് വലുതെന്ന് തന്നെ വളരാൻ പഠിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ബിഹൈൻഡ് ദ ബാക്ക് എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ, ഞാൻ ഈ വീട് മാറി ഒരു 4 years ആയി. അപ്പോൾ വീട് മാറിയ ടൈമിലൊക്കെ ഓരോ ഫ്രണ്ട്സ് വന്നിട്ട് എന്ത് വലിയ വീടാ, ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് ഇപ്പം ഉള്ളിലേക്ക് സാധാ വീട് തന്നെ, എന്ത് വലിയ വീടാ ആ ഉള്ളിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് പറയുമ്പോൾ, കാരണം എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ ഓൾമോസ്റ്റ് 35 years സമ്പാദ്യമാണ് ഈ വീട്. എന്നിട്ട് ഇങ്ങനെ പറയുമ്പം ഞാൻ ആദ്യം അവിടെ താമസിച്ചു. ഞാൻ ആദ്യം താമസിച്ച സ്ഥലം പാതിരമണി കോട്ടേഴ്സ് ആയിരുന്നു. അതൊരു ലോറി സ്റ്റാൻഡുള്ളൂ. ഇതൊന്നും ഇവർ കാണുന്നില്ല. ഇവർ ഡയറക്റ്റ്ലി ഇത് വെച്ച് തന്നെ ജഡ്ജ് ചെയ്യുമ്പം
എനിക്കത് ഭയങ്കര ഒരുമാതിരി ഇഷ്ടമില്ല. അപ്പം ഞാൻ അവരോട് വന്ന് പറയുമ്പോൾ വാട്ട് മൈ പാരൻസ് ടോൾഡ് us അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, നീ അത് ഉള്ളോട്ട് എടുക്കരുത്, അവരോട് ദേഷ്യം പാടില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് പഠിപ്പിച്ചിട്ടുള്ളൊരു സാധനം. എനിക്കറിയില്ല എങ്ങനെ ഒരാൾക്ക് വർക്കിനോട് ഇത്രയും സിൻസിയർ ആവാൻ പറ്റുന്നത്. ഞാൻ അമ്മേനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛന് പറ്റിയ ജോലിയല്ല ഇത്. കാരണം ഹീ ഈസ് എ ഫാമിലി പേഴ്സൺ, ഹീ ഈസ് അറ്റാച്ച്ഡ് ടു ഹിസ് ഫാമിലി. ഇപ്പം അച്ഛൻ ഞാൻ മലയപ്പെട്ടിയാണെങ്കിൽ ഞങ്ങൾ 4 പ്രാവശ്യം മിനിമം വിളിക്കുന്നത്. അപ്പം അത്രയും അറ്റാച്ച്മെൻ്റാണ് ഞങ്ങളുടെ അടുത്ത്. അപ്പം ഇവിടെ ഉണ്ടാവാൻ പറ്റാത്തപ്പം ഞങ്ങൾക്കുള്ള പോലെ അച്ഛൻ ഈ അടുത്ത് ഒരു ആവശ്യത്തിന് അച്ഛന് ട്രാവൽ ചെയ്യണ്ടല്ലോ. അച്ഛൻ ദുബായിൽ പോയി വന്ന് നെക്സ്റ്റ് ഡേ അച്ഛന് ബെൽഗാം പോകേണ്ടി വന്നു. അപ്പം കുറേ ദിവസം അൺഎക്സ്പെക്റ്റഡ്ലി 4 ദിവസം കൊണ്ട് വരുന്നതാണ്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ്ലി ഓൾമോസ്റ്റ് 1.5 വീക്ക് അവിടെ നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അച്ഛൻ എന്നാ വരിക, എത്ര ദിവസമായി പോയിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ സൗണ്ടിൽ നിന്ന് ഹീ ഈസ് ഓൾസോ നോട്ട് ഹാപ്പി. ലൈക്ക് അച്ഛന് വരാൻ പറ്റുമായിരിക്കും നാളെ. അപ്പം അതിൽ അച്ഛൻ്റെ സൗണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതുപോലെ വീട്ടുകാരോട് അറ്റാച്ച്ഡ് ആയ ഒരാൾക്ക് പറ്റിയ ജോലി ആയിരുന്നില്ല ഇത്. ഈ ഇത്രയും ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പറയട്ടെ, അച്ഛന് ഏതൊരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു കുറേ രാജ്യങ്ങളിൽ പോയതാണ്. പക്ഷേ എവിടെയൊക്കെ പോയാലും ഹിസ് മൈൻഡ് വാസ് വിത്ത് ഹിസ് ഫാമിലി. അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെ ഹോൾ ഫാമിലി എല്ലാവർക്കും വേണ്ടിയും, അച്ഛൻ്റെ ആയാലും അമ്മേൻ്റെ ആയാലും ഹോൾ ഫാമിലി എല്ലാവർക്കും വേണ്ടിയിട്ടും എന്തൊരാവശ്യം വന്നപ്പോഴും എവിടെയാണെങ്കിലും അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. പിന്നെ എൻ്റെ അച്ഛനെ പേഴ്സണലി അറിയുന്ന ഒരാൾ പോലും അച്ഛനെ പറ്റി നല്ല വാക്കല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. അതും ഇസ് സംതിങ് ദാറ്റ് ഇസ് പ്രൗഡ് ഫോർ മീ. ഏതൊരാളിപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നപ്പം നമ്മളിങ്ങനെ ഒരു സെലിബ്രേഷൻ ചെറിയ രീതിയിൽ സർപ്രൈസിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് വിളിച്ചു. അപ്പം ഞാൻ വിളിച്ചപ്പോഴും ഞാനിങ്ങനെ എല്ലാവരും വരുമോ അറിയില്ല പറഞ്ഞപ്പോൾ അച്ഛനൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞാലുണ്ട്, നന്ദേട്ടൻ്റെ പരിപാടിക്ക് എല്ലാവരും വരും, എന്ത് തിരക്ക് മാറ്റി വെച്ചിട്ടാണെങ്കിൽ നന്ദേട്ടൻ്റെ പരിപാടി എല്ലാവരും വരും. കാരണം നന്ദേട്ടൻ അങ്ങനെയാണ് നന്ദേട്ടൻ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് അബൌട്ട് ഹിം, ഐ ഫീൽ സോ ഹാപ്പി ഫോർ ഹിം. പക്ഷേ ഇനിയെങ്കിലും വർക്ക് ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതല്ല. ഐ നോ യു ലവ് വർക്ക്, യു ആർ ടു സിൻസിയർ ടു ദാറ്റ്. ഇപ്പം വീരമാമൻ ഉള്ള ടൈം തൊട്ടാണെങ്കിലും വീരമാമൻ ഇസ് യുവർ ബോസ്. പക്ഷേ അച്ഛന് ഹി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹി ഈസ് യുവർ ഫാദർ, ലൈക്ക് ഹീസ് ഹോം ടു യു. ഇപ്പോഴും വീരമാമൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ യുവർ സൗണ്ട് ഇസ് ബ്രേക്കിംഗ്. അപ്പം എനിക്കറിയാം എത്ര സിൻസിയറാണ് അച്ഛൻ അവരോട്. അവരച്ഛന് വർക്കല്ല, അവരച്ഛന് ഫാമിലിയാണ്, നമ്മളെപ്പോലെ തന്നെയാണ് അവിടെ എല്ലാവരും ഒക്കെ എനിക്കറിയാം. പക്ഷേ യു ആർ ഗെറ്റിംഗ് ഓൾഡ്, യു നീഡ് റെസ്റ്റ്. അപ്പം ഹാപ്പി ഒഫീഷ്യൽ ബർത്ത്ഡേ, വി ലവ് യു എ ലോട്ട്. ആൻഡ് ചൈൽഡ്ഹുഡിൽ ഞങ്ങൾ കുറേ മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദാറ്റ്സ് ഓക്കെ, വി ലവ് യു.